ഗുഡ് മോർണിംഗ്. അങ്ങനെ ഞങ്ങളുടെ ഒരു ഞായറാഴ്ച എങ്ങനെയാണെന്ന് നിങ്ങളെ കാണിക്കാം കേട്ടോ. ഇന്നത്തെ ഞായറാഴ്ച നമുക്ക് കുറേ സ്ഥലത്ത് പോകാനുണ്ട്. അതിനിടയ്ക്ക് രാവിലെ പാലപ്പവും ഗ്രീൻ പീസ് കറിയുക. പാലപ്പത്തിൻ്റെ മാവൊക്കെ സെറ്റായോ നോക്കി, സെറ്റായി. ഗ്രീൻ പീസൊക്കെ കുതിർന്നു. അങ്ങനെ അതും സെറ്റാണ്. അപ്പോഴാണ് പുറത്ത് മഴ. കുറേ നേരം മഴയൊക്കെ നോക്കി നിന്നു. അപ്പോഴാണ് നല്ല ചൂട് സുലൈമാനി കുടിച്ചാലോ എന്നൊരു മോഹം. അങ്ങനെ നേരെ അടുക്കളയിൽ ചെന്ന് നല്ല ഏലക്കയൊക്കെ ഇട്ടൊരു സുലൈമാനിയൊക്കെ സെറ്റാക്കി കുറേ നേരം മഴയൊക്കെ കണ്ട് സുലൈമാനിയൊക്കെ കുടിച്ചുകൊണ്ട് നിന്ന് കേട്ടോ. നമുക്കിന്ന് രാവിലെ 40 വിളിക്ക് പോകണം. അപ്പോഴത്തേക്ക് അടുക്കളയിൽ വന്ന് പാലപ്പവും ഗ്രീൻ പീസ് കറിയൊക്കെ സെറ്റാക്കി കേട്ടോ. പാലപ്പം ഓരോന്നായിട്ട് നമ്മുടെ കാസ്ട്രോളിനകത്ത് ചുട്ടിട്ടു. അപ്പോഴത്തേക്ക് നമ്മുടെ ഗ്രീൻ പീസ് കറി അപ്പുറത്ത് സെറ്റാവുന്നുണ്ടേ. അനിയൻ്റെ രണ്ടാമത്തെ കുഞ്ഞിൻ്റെ 40 വിളിയാണ് കേട്ടോ. അതിന് പോകാൻ വേണ്ടിയാണ് രാവിലെ റെഡിയാകുന്നത്. അപ്പം അതിനു മുമ്പ് 40-ാം പാത്തിയുണ്ട്, അതിൻ്റെ ദ്വാരപ്പിന് ഇക്കാക്ക് പോകണം. അപ്പോൾ ഗ്രീൻ പീസ് താളിക്കാൻ നേരത്ത് കറിവേപ്പില എടുക്കാൻ ഇറങ്ങണേ. അപ്പോൾ നമ്മുടെ പൂച്ചക്കുട്ടന്മാരെല്ലാം കൂടി ഓടി വന്നു. അവന്മാർ കരുതി ഞാൻ അവന്മാർക്കുള്ള മീനുമായിട്ട് വന്നതാണെന്ന്. പിന്നെ ഒരു പാലപ്പമൊക്കെ എടുത്ത് പൂച്ചയ്ക്ക് പിച്ചിട്ട് കൊടുത്തു. അവരത് കഴിച്ചു. അതിനിടയ്ക്ക് മൂസനെ ഓടി വന്ന് വിളിച്ചുണർത്തി. അപ്പം ഞാൻ അടുപ്പിൽ പാല് വെച്ചിട്ടാണ് മൂസനെ വിളിക്കാൻ വന്നത്. പാല് തിളച്ചോ നോക്കാനായിട്ട് ഓടിച്ചെന്ന് അപ്പോഴത്തേക്ക് ചായയൊക്കെ സെറ്റാക്കി. അങ്ങനെ പാലപ്പവും ഗ്രീൻ പീസ് കറിയും ചായയൊക്കെ അൽഹംദുലില്ലാ സെറ്റായി. ഞങ്ങൾ കഴിച്ചൊക്കെ കഴിഞ്ഞിങ്ങനെ ഇരുന്നപ്പോഴാണ് അപ്പുറത്ത് അക്കച്ചിയൊക്കെ വന്നത് കേട്ടോ. അങ്ങനെ പിള്ളേരെ കാണാൻ അക്കച്ചി, അൻസായും അഫ്ലുവും കൂടെ കയറി വന്നു. അഫ്ലുവിനെ കണ്ടപ്പോഴേ മൂസിനും അഫ്ലുവും കൂടെ കളിക്കാൻ ഓടി. പിന്നെ അവർ രണ്ടും കുഞ്ഞിനെയൊക്കെ കളിപ്പിച്ച് അങ്ങനെ സംസാരിച്ചുകൊണ്ടിരുന്നു. അപ്പോൾ കുളിക്കുന്നതിന് മുമ്പ് നമ്മുടെ മുയലിനും കിളിക്കും ഫുഡ് കൊടുക്കണം. മുയലിന് കുറച്ച് പോച്ചയിട്ട് കൊടുത്ത് ഒരു ആപ്പിളും കൊടുത്ത് കഴിക്കാൻ. എന്നിട്ട് അവൻ്റെ പാത്രത്തിൽ വെള്ളമില്ല, അവന് കുറച്ച് വെള്ളമൊക്കെ ഇട്ട് കൊടുത്ത് വെള്ളമൊക്കെ കൊടുത്ത് പിടിച്ച്. പിന്നെ നമ്മുടെ കിളിയെ നോക്കിയപ്പം കിളിക്ക് തീനയും വെള്ളമൊക്കെ ഇരിപ്പുണ്ട് കേട്ടോ. അവർക്കും ഫുഡ് സെറ്റാക്കി. എന്നിട്ട് പോയി കുളിയൊക്കെ കഴിഞ്ഞ് റെഡിയായി ഇരുന്നു. ഇക്ക 40-ാം പാത്തിക്ക് ദ്വാരപ്പിന് പോയേക്കുവാണ്. അതിനിടയ്ക്ക് കുഞ്ഞ് ഭയങ്കര കരച്ചിലായിരുന്നു. കുഞ്ഞിനെ പാലൊക്കെ കൊടുത്ത് കിടത്തി ഉറക്കി. അവൾ ഉറങ്ങി. അപ്പോൾ ഇനിയും സമയം കിടക്കുക. 11 മണി ആയതേ ഉള്ളൂ. പിന്നെ സി കേരളയിലെ ജവാൻ്റെ എന്ന സിനിമ കുറേ നേരം ഇരുന്ന് കണ്ടു. അപ്പോൾ 12:30 ആയപ്പോഴത്തേക്ക് ഇക്ക വന്നു. എന്നിട്ട് അപ്പുറത്തെല്ലാവരും ഇറങ്ങിയോ നോക്കാനായിട്ട് ഞാൻ അപ്പുറത്തോട്ട് ചെന്ന് കേട്ടോ. ഇക്ക എന്നെ വാന്ന് പറഞ്ഞ് വിളിച്ചിട്ട് എല്ലാവരും കൂടെ അപ്പുറത്ത് വന്നിരിക്കുമായിരുന്നു സംസാരിച്ചുകൊണ്ട്. അപ്പോഴത്തേക്ക് അത്ത ഇവിടെ കതക് പൂട്ടി. അപ്പോഴത്തേക്ക് ഇക്കായും അപ്പുറത്ത് വന്ന് ഞങ്ങളെല്ലാവരും കൂടെ ഇറങ്ങുവാണേ. കതകൊക്കെ പൂട്ടി ഇറങ്ങി. അപ്പുറത്ത് അത്ത ഗേറ്റ് പൂട്ടി ഇറങ്ങി. അപ്പോഴത്തേക്ക് അൽഹംദുലില്ലാ ഞങ്ങളും ഇറങ്ങി. അങ്ങനെ നമ്മൾ 40 വിളിക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ചുങ്കപ്പാറയാണ് അനിയത്തിയുടെ വീട്. അവിടെയാണ് നമ്മൾ പോകുന്നത്. നമ്മൾ പോകുന്ന വഴിയിലെ കാഴ്ചയാണ് ഈ കാണുന്നത്. റബ്ബറും തോട്ടവും പ്രകൃതി ഭംഗിയും ഒക്കെയാണ് ഈ കാണുന്നത്. ഭയങ്കര പച്ചപ്പ, കണ്ണിന് നല്ല കുളിർമ കിട്ടുന്ന പോകുന്ന വഴി. അധികം തിരക്കൊന്നും ഇല്ലാത്തൊരു റോഡാണ് ഇത്. ഇവിടെ വെച്ച് വണ്ടി കുറച്ച് നേരം ബ്ലോക്കായി കിടന്ന്. കല്യാണ ഓഡിറ്റോറിയമാണ്. അവിടെ ടൂറിസ്റ്റ് ബസ്സാണ് അവിടെ ഇട്ട് തിരിക്കുമായിരുന്നു. ഇതവരുടെ വീട്ടിലോട്ട് ഇച്ചിരി പൊക്കത്തിലാണ് അവരുടെ വീട്. ആ വീട്ടിലോട്ടുള്ള കയറ്റം കയറുവാണ്. കയറി ഇതവരുടെ വീടിന് മുമ്പുള്ള റബ്ബറും തോട്ടം കഴിഞ്ഞാൽ പിന്നെ അവരുടെ വീടാണ്. അതൊക്കെ കഴിഞ്ഞ് അൽഹംദുലില്ലാ ഞങ്ങളെല്ലാവരും കൂടെ അവരുടെ വീട്ടിലോട്ട് ചെന്ന് കയറുവാണ്. അങ്ങനെ കുഞ്ഞിനെയൊക്കെ എടുത്ത് വെള്ളമൊക്കെ തന്ന് ഷഹന കുഞ്ഞിനെ അപ്പോഴത്തേക്ക് സെറ്റാക്കി.
അവനെ ഡൈനിങ് ടേബിളിൽ കിടത്തിയേ. ഇനി അവനുള്ള സമ്മാനങ്ങളൊക്കെ ഓരോരുത്തരായിട്ട് അവൻ്റെ ദേഹത്ത് ഇട്ട് കൊടുത്തു. അങ്ങനെ ഇതിനിടയ്ക്ക് അമ്മ കണ്ടോ കണ്ണാടിയൊക്കെ വെച്ച് സുന്ദരി കുട്ടിയായിട്ട് വന്ന് നിന്നു. കുറച്ച് നേരം മുറ്റത്ത് നിന്നപ്പം ഫുഡ് കഴിക്കാമെന്നും പറഞ്ഞ് അനിയൻ വിളിച്ചു. ചിക്കൻ ബിരിയാണിയാണ്. അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടെ ഒന്നിച്ചിരുന്ന് ഫുഡൊക്കെ കഴിച്ച് അൽഹംദുലില്ലാ ഞങ്ങൾ പോകാൻ ഇറങ്ങുവാണേ. ഞങ്ങൾ പോകാൻ ഇറങ്ങുന്നിടം വരെയും കുഞ്ഞ് ഭയങ്കര ഉറക്കമായിരുന്നേ. അപ്പോൾ അവൻ ഉണർന്നെന്ന് പറഞ്ഞ് ഷെഹന ഞങ്ങളെ കൊണ്ടുവന്ന് കാണിച്ച്. അങ്ങനെ ഞങ്ങൾ യാത്രയൊക്കെ പറഞ്ഞ് പോകാൻ ഇറങ്ങി. അങ്ങനെ ആറന്മുള എത്തിയപ്പോഴാണ് കണ്ടോ അവിടുത്തെ പള്ളിയിലെ പള്ളിപ്പെരുന്നാളാണ്. അതിൻ്റെ ആ ബാൻഡടി മേളവും ഒക്കെയാണ് ഈ കാണുന്നത്. ഈ ആറന്മുളയിൽ തന്നെ എൻ്റെ കൊച്ചമ്മച്ചിയുടെ പച്ചക്കറിക്കട കേട്ടോ. കുറച്ച് നേരം പച്ചക്കറിക്കടയിൽ അവിടെ നിന്ന് കൊച്ചമ്മച്ചിയോട് സംസാരിച്ച് അങ്ങനെ അൽഹംദുലില്ലാ ഞങ്ങൾ അവിടെ നിന്നും വിട്ടു. അങ്ങനെ നമ്മുടെ ഉളമയിലെത്തി. ഇനി നമുക്കിവിടെ വീട്ടിൽ ചെന്നിട്ടേ കാറൊക്കെ കയറ്റുവാണ്. നമ്മളിവിടെ കാറ് കയറ്റി ജസ്റ്റ് ചെന്ന് കുഞ്ഞിൻ്റെ ഡ്രസ്സും ഒക്കെ ഒന്ന് മാറിയിട്ട് അപ്പം തന്നെ നമ്മൾ ആദിക്കാട്ടുകുളങ്ങരയ്ക്ക് പോവുകയാണ്. നമുക്ക് ആദിക്കാട്ടുകുളങ്ങരയിൽ ചെന്ന് ഇതാണ് സക്കീർ, കൊച്ചത്താടെ മോനാണ്. ഈ വീട്ടിലാണ് ഹൗസ് വാമിങ്. അത് കഴിഞ്ഞ് ആദിക്കാട്ടുകുളങ്ങരയ്ക്ക് ഹൗസ് വാമിങ്ങിന് വന്നു. ഞാനിങ്ങനെ വീടൊക്കെ കണ്ടുകൊണ്ടിരുന്നപ്പോഴത്തേക്ക് അവിടുത്തെ അത്ത വന്ന് തന്നെ ഫുഡൊക്കെ കഴിക്കാൻ വിളിച്ചു. ഇവിടെയും ചിക്കൻ ബിരിയാണിയാണ്. അങ്ങനെ ഫുഡൊക്കെ കഴിച്ചു വന്ന്